നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന തലവേദനയെക്കുറിച്ചാണ്. പുരുഷന്മാരിൽ കൂടുതലായി വരുന്ന ഒരു തരം തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. ഈ പേരിൽ തന്നെ ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് തുടർച്ചയായിട്ടല്ല. ഈ വർഷം ഒരു ജൂൺ മാസത്തിൽ തലവേദന വന്നു എന്ന് വെക്കുക, പിന്നെ ഒരു 20 ദിവസത്തേക്ക് ഉണ്ടാവും. പിന്നെ അടുത്ത വർഷം ജൂൺ മാസത്തിലായിരിക്കും വീണ്ടും തലവേദന ഉണ്ടാവുക, അതും ഒരു 20 ദിവസം 30 ദിവസമൊക്കെ. ഇങ്ങനെ എല്ലാ വർഷത്തിലും ഒരു കാലഘട്ടത്തിൽ ക്ലസ്റ്റർ ചെയ്ത് വരുന്ന തലവേദന ആയതുകൊണ്ടാണ് ഇതിനെ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് വിളിക്കുന്നത്. ആരിലാണ് ക്ലസ്റ്റർ ഹെഡേക്ക് കൂടുതലായി കാണുന്നത്? പുരുഷന്മാരിൽ കൂടുതലും ഒരു 30-നും 60-നും പ്രായം ഇടയ്ക്കുള്ള ആളുകളിലാണ് ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ടാവുക. സ്ത്രീകളിലും ഉണ്ടാകാം. ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലയുടെ ഒരു വശത്ത് ഉണ്ടാകുന്ന ശക്തമായ തലവേദന, സൈഡ് മാറാറില്ല. ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് വലതുവശത്താണെങ്കിൽ വലതുവശത്ത് തന്നെയായിരിക്കും. അടുത്തത്, തലയുടെ ഈ മുൻഭാഗത്ത് ഫോർഹെഡ്, ഫ്രോണ്ടൽ റീജിയൻ, ഇവിടെയായിരിക്കും ക്ലസ്റ്റർ ഹെഡേക്ക് ഉള്ളവർക്ക് തലവേദന ഉണ്ടാവുക. തലവേദനയുടെ ഒപ്പം ഇവരുടെ കണ്ണ് ചിലപ്പോൾ ചെറുതാവും, കണ്ണ് നല്ലപോലെ ചുമക്കും, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ആ വശത്തെ മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇങ്ങനെയുള്ള കണ്ണ് ചുമക്കുകയും കണ്ണിൽ നിന്ന് വെള്ളം വരികയും മൂക്കിൽ നിന്ന് വെള്ളം വരികയും ചെയ്യുന്ന ലക്ഷണങ്ങളെ ഓട്ടോണോമിക് സിംറ്റംസ് എന്നാണ് പറയുന്നത്. ക്ലസ്റ്റർ ഹെഡേക്ക് വരുവാണെങ്കിൽ തലവേദന ഒരു 15 മിനിറ്റ് മുതൽ ഒരു 3 മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കും. മരുന്ന് എടുത്തില്ല എങ്കിൽ പോലും അത് കഴിയുമ്പോൾ മാറും. ഇത് മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകളിൽ നിന്ന് ഒരു പ്രധാന വ്യത്യാസമാണ്. കാര്യം ഒരു 4 മണിക്കൂറിലൊക്കെ കൂടുതൽ അല്ലെങ്കിൽ ദിവസം മുഴുവൻ നിൽക്കുന്ന തലവേദനയാണ് മൈഗ്രെയിനൊക്കെ. മൈഗ്രെയിൻ പോലെ തന്നെ ഒരു വശത്തായിട്ടാണ്, ഫ്രണ്ടിലാണ് വരുന്നതെങ്കിലും ഒരു 15 മിനിറ്റ് മുതൽ 3 മണിക്കൂർ വരെയൊക്കെ ക്ലസ്റ്റർ ഹെഡേക്ക് നീണ്ടു നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു ദിവസം തന്നെ ചില ആൾക്കാർക്ക് 4-5 തവണ വരെയൊക്കെ ഉണ്ടാകാം കേട്ടോ. ഒരു തവണ ഉണ്ടായി അത്ര മാത്രമേ ഉള്ളൂ എന്നല്ല. അതുകൊണ്ട് തന്നെ ജീവിത രീതിക്ക് വളരെ തടസ്സമുണ്ടാക്കുന്ന, അസഹനീയമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. പിന്നെ മറ്റൊരു കാര്യം, ചിലപ്പോഴൊക്കെ രോഗികൾ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഈ ക്ലസ്റ്റർ ഹെഡേക്ക് വരുന്നത് കൊണ്ട് എഴുന്നേറ്റേക്കാം. മറ്റ് തലവേദനകളെ അപേക്ഷിച്ച് വൈകുന്നേരം സമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ കൂടുതലായി ഉണ്ടാകുന്ന ഒരു തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. എന്തൊക്കെ ടെസ്റ്റുകളാണ് ക്ലസ്റ്റർ ഹെഡേക്കുള്ള ഒരു രോഗിയിൽ ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ എല്ലാ ടെസ്റ്റുകളും ക്ലസ്റ്റർ ഹെഡേക്കിൽ നോർമലായിരിക്കും. ട്രൈജെമിനൽ ഓട്ടോണോമിക് കെഫലാൽജിയ എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രൈമറി ഹെഡേക്കിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ക്ലസ്റ്റർ ഹെഡേക്ക്. ബ്ലഡ് ടെസ്റ്റുകൾ, തലയുടെ CT സ്കാൻ, ഇവയെല്ലാം ഇതിൽ നോർമലായിരിക്കും. അപൂർവമായി തലച്ചോറിൻ്റെ ഉള്ളിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ട്യൂമറുകളും എല്ലാം ക്ലസ്റ്റർ ഹെഡേക്കുള്ള രോഗികളിൽ കൂടുതലായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ഹെഡേക്കുള്ള രോഗികളിൽ തുടക്കത്തിൽ ഒരു തവണ നമ്മൾ MRI ചെയ്ത് നോക്കും. എന്തായാലും കുറച്ച് ദിവസം വന്ന് സഹിച്ചു കഴിഞ്ഞാൽ പോകുമല്ലോ, പിന്നെ വരത്തില്ലല്ലോ. അതുകൊണ്ട് ഡോക്ടറിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, 15 ദിവസം ഒരു 20 ദിവസം കഴിയുമ്പോൾ മാറുമല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ കാലക്രമേണ എത്ര ദിവസത്തേക്കാണ് തലവേദന ഉണ്ടാകുന്നത് ഇത് കൂടി വരുന്നതായി കാണാറുണ്ട്. ചില ആൾക്കാർക്ക് ഈ പീരിയോഡിസിറ്റി, ഒരു വർഷത്തിലൊരു തവണ പിന്നെ അടുത്ത വർഷം വരിക എന്ന് പറയുന്ന പീരിയോഡിസിറ്റി അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് മാറി ക്രോണിക് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് വെച്ചാൽ വർഷം മുഴുവൻ തലവേദന വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ മാറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ ചികിത്സ? ഒന്നാമത്തെ ചികിത്സ, തലവേദന വന്നാൽ അത് മാറ്റുന്നതാണ്. സാധാരണ വേദനയ്ക്ക് വേണ്ടി എടുക്കുന്ന മരുന്നുകൾ, പാരസെറ്റമോൾ ആയിക്കോട്ടെ, നാപ്രോക്സിൻ ആയിക്കോട്ടെ, ഇവയൊന്നും സാധാരണഗതിയിൽ ക്ലസ്റ്റർ ഹെഡേക്കിന് ഏശുകയില്ല. ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് ഓക്സിജൻ ശ്വസിക്കുന്നതാണ്. ഓക്സിജൻ ഒരു
12 ലിറ്റർ പെർ മിനിറ്റ് എന്നൊക്കെ ഒരു സ്പീഡിൽ ഒരു 15 മിനിറ്റ് സമയത്തേക്ക് ശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ ഹെഡേക്ക് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ പല രോഗികൾക്കും ക്ലസ്റ്റർ ഹെഡേക്ക് ഉള്ളവർക്ക് ഇവർക്ക് തലവേദന വന്നാൽ ഓക്സിജൻ കൊടുക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ പ്രിസ്ക്രിപ്ഷൻ എഴുതി വെക്കാറുണ്ട്. 1 വർഷം കഴിഞ്ഞാണ് വന്നതെങ്കിലും ഇത് കാണിച്ച് ഓക്സിജൻ എടുത്താൽ അത് ആശ്വാസമുണ്ടാവും. രണ്ടാമത്തെ ചികിത്സാ രീതി ട്രിപ്റ്റാൻസ് എന്ന് പറയുന്ന വിഭാഗം മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവയിൽ തന്നെ സുമാട്രിപ്റ്റാൻ എന്ന് പറയുന്ന മരുന്നാണ് ഏറ്റവും ഉപയോഗപ്രദം. അത് നാക്കിൽ വെച്ച് അലിയുന്ന മരുന്നായിട്ടും ഇഞ്ചക്ഷനായിട്ടും ടാബ്ലറ്റുകളായും എല്ലാം ലഭ്യമാണ്. ചിലപ്പോഴൊക്കെ മൂക്കിലടിക്കുന്ന സ്പ്രേ ആയിട്ട് വരെ സുമാട്രിപ്റ്റാൻ മരുന്ന് ലഭ്യമാണ്. വേദന വന്ന് ഈ കാര്യം ഉപയോഗിച്ച് അതിന് പരിഹാരം കണ്ടാൽ മാത്രം പോരാ, ഇത് വരാതിരിക്കാനായിട്ടുള്ള മരുന്നുകളും നമ്മൾ ഇതിൻ്റെ ഒപ്പം തുടങ്ങും. അതിനായി കലാപ്റ്റിൻ എന്ന് പറയുന്നത്, വെരപ്പാമിൽ എന്ന് പറയുന്ന മരുന്ന്, ടോപ്പിറാമേറ്റ് എന്ന് പറയുന്ന മരുന്ന്, വാൽപ്രൊവേറ്റ് എന്ന് പറയുന്ന മരുന്ന്, ചിലപ്പോഴൊക്കെ കുറഞ്ഞ സമയത്തേക്ക് പെട്ടെന്ന് കൺട്രോൾ കിട്ടുന്നതിന് സ്റ്റിറോയിഡ് മരുന്നുകളും ഉപയോഗിച്ചേക്കാം. അപൂർവമായിട്ടാണ് എന്നുണ്ടെങ്കിലും വളരെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ കണ്ണ് ചുമക്കുകയും മൂക്കിൽ നിന്ന് വെള്ളം വരികയൊക്കെ ചെയ്യുമ്പോൾ ഇതെന്തോ മാരകമായ അസുഖമാണെന്ന തോന്നൽ മനുഷ്യരിൽ ജനിപ്പിക്കുന്ന ഒരു തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വീട്ടിലുള്ള ആർക്കെങ്കിലും ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ പങ്കുവെക്കുക. നന്ദി.